ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും കൈയിട്ട് ഈശോയുടെ സമാധാനം സന്തോഷവും നേരുന്നു. ഒരു വചനത്തോടെ നമുക്ക് ആരംഭിക്കാം. ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 5-ാം തിരുവചനം. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? കർത്താവ് നിങ്ങളെ ശിക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ നിങ്ങളതിനെ നിസ്സാരവൽക്കരിക്കരുത്. കർത്താവ് ശാസിക്കുമ്പോൾ നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളെ എന്നേക്കുമായി കൈവിടില്ല. എന്തൊരു അനുഗ്രഹപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു വചനമാണ്. നിങ്ങളാരാ? കർത്താവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ശിക്ഷണവും ശാസനവും അപ്പൻ്റെ ജോലിയാണ്. അത് നിനക്ക് തരുമ്പോൾ നീ ആരാണ്? നിന്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ജാരസന്തതികളെ ഞാൻ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഇല്ല. ആത്യന്തികമായി ദൈവം നിന്നെ കൈവിടുകയില്ല. അതൊരു മകൻ്റെ, ഒരു മകളുടെ വലിയ വിശ്വാസമാണ്. ആര് നിന്നെ കൈവിട്ടാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടില്ല. വിശ്വസിക്കുക. അത് നല്ല വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഉണർന്നു നിൽക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ കെട്ട് അഴിച്ചു തരും. പല പല കെട്ടുകൾ ഇന്ന് പ്രഭാതത്തിൽ നിനക്കുണ്ടല്ലോ. വിശ്വാസത്തോടെ കെട്ടപ്പെട്ടവൻ്റെ മുമ്പിലേക്ക് നിൽക്ക്. ഞാൻ കെട്ട് സ്വീകരിച്ചത് നിൻ്റെ കെട്ടഴിക്കാനാണ് ഈശോ പറയുന്നത്. ഇതെല്ലാം ഓർത്ത് നമുക്ക് സങ്കീർത്തകനോടൊപ്പം പ്രഭാതത്തിൽ നന്ദി പറഞ്ഞാലോ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാത്തിനും നന്ദി. ശാന്തമായൊരു സായങ്കാലം, ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം, പ്രത്യാശ നിറഞ്ഞ ഒരു പുലർകാലം നീ ഞങ്ങൾക്ക് തന്നു. നന്ദി. നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഈശോ കൊടുത്താലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലിക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതൊരു അടയാളമാണ്, ഒരു അത്ഭുതമാണ്. നിൻ്റെ കുടുംബം മാറും. അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ടീശുള്ള നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മളെ നിയോഗം ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കുക. മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവരെടുത്ത് തലയിൽ വെക്കുക. മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തി നിന്നേ. അല്പം സഹനം ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് 3 നിയോഗമാണ് നമ്മൾ വയ്ക്കുന്നത്. ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മാ പ്രേരിതമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് യുദ്ധം, ദാരിദ്ര്യം, പട്ടിണി, അപകടം, ആപത്ത്, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ നാനാവിധ വിഷയങ്ങളിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വയ്ക്കാനാണ് സന്ദേശം. കൈകൾ വിരിച്ചുകൊണ്ട് ചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഒരിക്കൽ കൂടി ഈശോയെ നോക്ക്. വീണ്ടും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിർദ്ദേശം. ലിയോ 14 മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം. സഭ വളരണം. സ്നേഹത്തിൽ, പ്രാർത്ഥനയിൽ, ഐക്യത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ.
ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്, ഇനി നിൻ്റെ ഊഴമാണ്. ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ വേലിക്കെട്ടുകളാണ്, പ്രതിസന്ധികളാണ്. എങ്ങനെ ഇന്നത്തെ ജീവിതം ജീവിച്ച് തീർക്കും? കടക്കാർ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു, ജപ്തി ചെയ്യാൻ പോകുന്നു, കുടുംബത്തിൽ സമാധാനമില്ല, ജപ്തി ഭയമുണ്ട്, മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥയുണ്ട്, അവിടെ പഠനമാകട്ടെ, അവിടെ പരീക്ഷയാകട്ടെ, ഇൻ്റർവ്യൂ ആകട്ടെ, ഒരു വിദേശ യാത്രയാകട്ടെ, ഒരു സർക്കാർ ജോലിയാകട്ടെ, ഒരു ജീവിത പങ്കാളിയാകട്ടെ. മാരകമായ രോഗം നിന്നെ ബാധിച്ചിട്ടുണ്ടോ? മനസ്സിൽ സമ്മർദ്ദമുണ്ടോ? ഒരു വീട് നിനക്കുണ്ടോ? ഒരു ഇഞ്ച് ഭൂമി നിനക്കുണ്ടോ? സർവോപരി കർത്താവിൻ്റെ വേല ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് നിൻ്റെ കെട്ട്? എന്താണ് നിൻ്റെ പ്രതിസന്ധി? അത് കർത്താവിൻ്റെ കെട്ടിലേക്കൊന്ന് വെച്ച് കൈകൾ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ ചൊല്ല്, ഈ കെട്ടിപ്പോഴഴിയും. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ നാളിൽ വരെ നിങ്ങൾ ഈ നൊവേനയിൽ സംബന്ധിച്ചു. ദൈവം തന്ന ഓരോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അനുഗ്രഹങ്ങൾ എണ്ണി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നന്ദിയുള്ള മക്കളായി. തുടർന്ന് ഈശോയോട് പറ, ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പുലർകാലത്ത് 9:30 മണിക്ക് PO ഫോൺ ധ്യാനകേന്ദ്രത്തിലെത്തും. ഓരോ അനുഗ്രഹങ്ങളെ പ്രതി ഈശോയുടെ മുമ്പിലും അനേകം മക്കളുടെ മുമ്പിലും ഞങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് മഹത്വം കൊടുക്കും. നിൻ്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട്, നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്, നിൻ്റെ തടസ്സം മാറിയിട്ടുണ്ട്. തമ്പുരാൻ നിന്നെ തൊടുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും പ്രഭാതത്തിൽ 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, ദിവ്യബലി, കൗൺസിലിംഗ്, കുമ്പസാരം, സ്നേഹവിരുന്ന്, അപൂർവമായി കൈയെട്ടീശുള്ള നൊവേന, നിയോഗത്തോടൊപ്പം ആരാധന, അഭിഷേകം. എല്ലാ മക്കളും കടന്നു വരണം. ഒരു അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകണം. നിൻ്റെ ഏത് കെട്ടും ഈശോ അഴിക്കും. വിശ്വസിക്കുക. നാളത്തെ സാക്ഷ്യം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെതുമാണ്. മറക്കണ്ട. ചേർന്ന് നിന്നേ. ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.